ടോപ്പ് ട്യൂഷൻ്റെ 9th സ്റ്റാൻഡേർഡ് ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ചാപ്റ്റർ 2 ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഈ ചാപ്റ്ററിലെ ലെറ്റസ് അസസ് സെക്ഷനാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ 1. ഒരു കാറ് റെസ്റ്റിലായിരുന്ന ആ കാറ് മൂവ് ചെയ്യാൻ തുടങ്ങി യൂണിഫോം ആക്സിലറേഷനോടുകൂടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആക്സിലറേഷൻ കാണാനാണ്. എപ്പോൾ 200 മീറ്റർ ഡിസ്റ്റൻസ് ഒരു 20 സെക്കൻഡിൽ കവർ ചെയ്ത ആ സമയത്ത് കാറിൻ്റെ ആക്സിലറേഷൻ എന്താണെന്ന് ആണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം എഴുതാം. ഇനിഷ്യൽ വെലോസിറ്റി റെസ്റ്റിലായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു, കാരണം ഇനിഷ്യൽ വെലോസിറ്റി 0. ഡിസ്റ്റൻസ് കവർ ചെയ്തത് 200 മീറ്റർ. ടൈം 20 സെക്കൻഡിലാണ്, 20 സെക്കൻഡ്. ഇനി ഇതിൽ നിന്നും ഒരു യൂണിഫോം ആക്സിലറേഷനിലായിരിക്കുന്ന ആ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസും ടൈമും റിലേറ്റ് ചെയ്ത ഇക്വേഷൻ നമുക്കറിയാം. ഇക്വേഷൻസ് ഓഫ് മോഷൻ പ്രകാരം S=ut + ½ at². വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 200 ആണ് ഡിസ്റ്റൻസ്, u 0 ആയത് കാരണം ut ടേം 0 ആയി. ½ at², ½ a × t 20 ആണല്ലോ, അപ്പോൾ 20². കാൽക്കുലേഷൻ ചെയ്ത് കഴിയുമ്പോൾ എയുടെ വാല്യൂ കിട്ടുന്നത് 1 meter per second squared. Acceleration is equal to 1 meter per second squared. Next question. ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യാൻ തുടങ്ങി. 2 meter per second square ആണ് ആക്സിലറേഷൻ. 10 സെക്കൻഡുകൾക്ക് ശേഷം അതിൻ്റെ വെലോസിറ്റിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഗിവൺ ഡേറ്റ എല്ലാം എടുത്തെഴുതാം. ഇനിഷ്യൽ വെലോസിറ്റി 0 എന്ന് എടുക്കാം, കാരണം റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആക്സിലറേഷൻ 2 meter per second square. ടൈം 10 സെക്കൻഡ്. ഇക്വേഷൻസ് ഓഫ് മോഷൻ അനുസരിച്ചിട്ട് v = u + at. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. v = 0 + 2 × 10. v = 20 meter per second. 10 സെക്കൻഡ് ശേഷമുള്ള വെലോസിറ്റി 20 meter per second. ക്വസ്റ്റ്യൻ. നമുക്ക് ഒരു വെഹിക്കിൾ മോഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് 3 ഗ്രാഫ് തന്നിട്ടുണ്ട്. ഗ്രാഫ് അനലൈസ് ചെയ്തിട്ട് മോഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് പറയേണ്ടത്. ഫസ്റ്റ് ഗ്രാഫ് എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ വെലോസിറ്റി. ഇത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഈ ഗ്രാഫിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ഗ്രാഫ് ഉള്ളത്. ഇൻക്ലൈൻഡ് പോസിറ്റീവാണ്, അതായത് പോസിറ്റീവ് സ്ലോപ്പുള്ള ഈ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ടൈം കൂടുന്തോറും വെലോസിറ്റി യൂണിഫോമായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഗ്രാഫ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെലോസിറ്റി ഇൻക്രീസസ് യൂണിഫോംലി വിത്ത് ടൈം, ഷോയിങ് യൂണിഫോം ആക്സിലറേഷൻ. നെക്സ്റ്റ് ഗ്രാഫ് സ്ലോപ്പ് സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ്, സ്ലോപ്പ് ഡൗൺവേർഡ് ആണ്. അപ്പോൾ ഇത് ഗ്രാഫ് പറയുന്നത് വെലോസിറ്റി ഡിക്രീസസ് യൂണിഫോംലി വിത്ത് ടൈം, അതായത് യൂണിഫോം റിട്ടാർഡേഷൻ ആണ്. മൂന്നാമത്തെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ അല്ല, സിഗ്സാഗ് ആയിട്ടാണുള്ളത്. ഇത് പറയുന്നത് വെലോസിറ്റി യൂണിഫോം അല്ല, ടൈമിൽ ഓരോ സമയത്തും ഡിഫറെൻറ്റ് വെലോസിറ്റിയിലാണ് പോകുന്നത്. അപ്പോൾ ആക്സിലറേഷൻ നോൺ യൂണിഫോം ആക്സിലറേഷനാണ്. ക്വസ്റ്റ്യൻ. 2 കാറുകൾ, കാർ എ ആൻഡ് ബി, അതിൻ്റെ മോഷനുമായി റിലേറ്റ് ചെയ്ത വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കാർ ഹാസ് മോർ ആക്സിലറേഷൻ, വൈ? ഏത് കാറിനാണ് കൂടുതൽ ആക്സിലറേഷൻ ഉള്ളത്, എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന്. ഈ ഗ്രാഫ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായത് കാർ എക്കാണ് മോർ ആക്സിലറേഷൻ ഉള്ളതെന്ന്. ഈ ക്വസ്റ്റ്യൻ 2 വിധത്തിൽ കാണാം. ഒന്ന്, ഫസ്റ്റ് നമുക്ക് ഗ്രാഫ് അനലൈസ് ചെയ്ത് നോക്കാം. കാർ എ 0 വെലോസിറ്റിയിൽ നിന്ന് 5 meter per second വെലോസിറ്റിയിലേക്ക് ആകാൻ വേണ്ടിയിട്ട് എടുത്ത ടൈം 2 സെക്കൻഡ്. കാർ ബി 0 വെലോസിറ്റിയിൽ നിന്ന് 5 meter per second വെലോസിറ്റിയിലേക്ക് ആകാൻ എടുത്തത് 4 സെക്കൻഡ്. അപ്പോൾ കാർ എ ആണല്ലോ കുറച്ച് സമയം എടുത്തിട്ട് സെയിം വെലോസിറ്റി തന്നെ അറ്റൈൻ ചെയ്തത്. അപ്പോൾ കാർ എ ആണ് കൂടുതൽ ആക്സിലറേഷൻ ഉള്ളത്. ഇനി കാൽക്കുലേഷൻ വെച്ചിട്ട് നമുക്ക് ഏതിനാണ് ആക്സിലറേഷൻ കൂടുതലുള്ളതെന്ന് നോക്കാം. ആക്സിലറേഷൻ = വെലോസിറ്റി ബൈ ടൈം, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. രണ്ടിൻ്റെയും ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. വെലോസിറ്റി 5 meter per second, കാർ എ എടുത്ത സമയം 2 സെക്കൻഡ്. അപ്പോൾ വെലോസിറ്റി ബൈ ടൈം, കാർ എക്ക് ആക്സിലറേഷൻ 5/2, 2.5 meter per second square. കാർ ബിക്ക്
കാർ ബി എടുത്തത് 4 സെക്കൻഡ് ആണ്. അപ്പോൾ 5/4 ദാറ്റ് ഈസ് 1.25 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. രണ്ടിൻ്റെയും ആക്സിലറേഷൻ നോക്കുമ്പോൾ കാർ എക്ക് തന്നെയാണ് ആക്സിലറേഷൻ കൂടുതൽ. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഒരു കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്. സ്കെയിൽ ചേഞ്ച് ചെയ്തിട്ട് ഗ്രാഫുകളൊന്ന് റീഡ്രോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് 1 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു എക്സ് ആക്സിസിൽ 1 സെൻറ്റിമീറ്റർ 1 സെക്കൻഡും വൈ ആക്സിസിൽ 1 സെൻറ്റിമീറ്റർ 1 മീറ്റർ പെർ സെക്കൻഡും ആയിരുന്നു. നമ്മൾ സ്കെയിൽ ഡബിൾ ആക്കുക, അതായത് 1 സെൻറ്റിമീറ്റർ എന്നുള്ളത് 2 സെക്കൻഡും 2 മീറ്റർ പെർ സെക്കൻഡും ആക്കിയിട്ട് ഡബിളാക്കി സ്കെയിൽ. അപ്പോൾ ഗ്രാഫിന് ഇങ്ങനെയാണ് കിട്ടുന്നത്. റീഡ്രോ ചെയ്തു. ഒരു കാര്യം നോട്ട് ചെയ്യാനുള്ളത്, സ്കെയിൽ കൂട്ടിയപ്പോൾ ഗ്രാഫിൻ്റെ സൈസ് ചെറുതാകുക. ക്വസ്റ്റ്യൻ: ഒരു കുട്ടി ഒരു സർക്കുലർ പാത്തിലൂടെ യൂണിഫോം സ്പീഡോടുകൂടി നടക്കുകയാണ്. ഡീറ്റെയിൽസ് നമുക്ക് തന്നിരിക്കുന്നത് ഈ സർക്കുലർ പാത്തിൻ്റെ സർക്കംഫറൻസ്, അതായത് ഈ ചുറ്റുമുള്ള ചുറ്റളവ് 440, റേഡിയസ് 70 മീറ്റർ. എയിൽ നിന്ന് തുടങ്ങി ബിയിലൂടെ നടന്ന് വീണ്ടും എയിൽ തിരിച്ചെത്താൻ ടോട്ടൽ സമയം 80 സെക്കൻഡ്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് കാണേണ്ടത് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ് ആൻഡ് വെലോസിറ്റി ഈ ടേബിളിൽ ഫില്ല് ചെയ്യണം. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് വെൻ ഇറ്റ് റീച്ചസ് ബി. എയിൽ നിന്നും കുട്ടി നടന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബിയിൽ എത്തുന്ന ആ സമയത്തിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ടാകും? 440. ടോട്ടൽ 440 ആണ്. 440യുടെ പകുതി ഡിസ്റ്റൻസ് അല്ലേ, അപ്പോൾ 440/2 220 മീറ്റർ. ഇത് വീണ്ടും തിരിച്ച് എയിൽ വരെ എത്തുമ്പോൾ, അതായത് കംപ്ലീറ്റ് സർക്കിൾ പാത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് 440. ഇനി ഈ ആദ്യത്തെ കേസിൽ ബിയിലെത്തുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ടോട്ടൽ ഇത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് അല്ലേ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ വരണ്ടേ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ 70യുടെ ഡബിൾ 140 മീറ്റർ. ഈ കേസിൽ തിരിച്ച് എയിൽ തന്നെ എത്തിക്കഴിയുമ്പോൾ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം തന്നെ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ 0. ഇനി ഈ കേസിൽ ബിയിലെത്തുന്ന കേസിൽ സ്പീഡ് എത്രയാണ്? ടോട്ടൽ ട്രാവൽ ചെയ്തത് 220 മീറ്റർ ആണ്. 220 മീറ്റർ എത്ര സമയം എടുത്തു? ടോട്ടൽ സമയം 80 ആണ്. അപ്പോൾ പകുതി ദൂരത്തിനുള്ളത് 40. അപ്പോൾ 220/40 5.5 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ഈ കേസിലെ സ്പീഡ്. ഇനി ബിയിൽ നിന്ന് പോയി വീണ്ടും എയിലേക്ക് തിരിച്ചെത്തി കംപ്ലീറ്റ് സർക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം സ്പീഡ് എന്തായിരിക്കും? ഈ 440 ഡിസ്റ്റൻസ് 80 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തപ്പോൾ 440/80 5.5 സ്പീഡായിട്ട് കിട്ടി. കറക്റ്റ്. ദെൻ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. ഈ കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 140 40 ആണ് ടൈം. ടോട്ടലുള്ള 80യുടെ പകുതി. അപ്പോൾ 140/40 3.5 മീറ്റർ പെർ സെക്കൻഡ്. തിരിച്ച് കംപ്ലീറ്റ് സർക്കിൾ പൂർത്തിയാക്കി എയിൽ തിരിച്ചെത്തി കഴിയുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. അപ്പോൾ വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം വെലോസിറ്റിയും 0 ആകും. ടോപ്പ് ട്യൂഷൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഒരു ട്രെയിൻ റെസ്റ്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു മൂവ് ചെയ്യാൻ തുടങ്ങി 72 km/h സ്പീഡ് അറ്റൈൻ ചെയ്തു ഒരു 5 മിനിറ്റ്സിൽ. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആക്സിലറേഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ആദ്യം തന്നിരിക്കുന്ന ഡേറ്റ എടുത്തെഴുതിയ യു നമുക്ക് 0 എടുക്കാം, കാരണം റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. വെലോസിറ്റി തന്നിരിക്കുന്നത് 72 km/h ആണ്. 72 km/h നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കിയിട്ടാണ് കാൽക്കുലേഷനിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ 72 × 5/18 ചെയ്യണം. അപ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡാണ് വെലോസിറ്റി കിട്ടിയിരിക്കുന്നത്. സമയം 5 മിനിറ്റ് ആണ്. 5 മിനിറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല, 5 മിനിറ്റിനെ സെക്കൻഡിലേക്ക് ആക്കണം. അപ്പോൾ 60 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു 300 സെക്കൻഡ് എന്നാണ് ടൈം. ഇനി ആക്സിലറേഷനും എസ്സും ഡിസ്പ്ലേസ്മെൻറ്റുമാണ് നമുക്ക് കാണേണ്ടത്. ഇക്വേഷൻസ് ഓഫ് മോഷൻ v = u + at. ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും നമുക്കറിയാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ആക്സിലറേഷൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. a = 20/300 1/15 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നെക്സ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് s = ut + ½ at². യുവും ടിയും എയും നമുക്കറിയാം. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിസ്പ്ലേസ്മെൻറ്റ് = 3000 meter or 3 kilometer. Question: Analyze the table and answer the following questions. നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. പല സമയങ്ങളിലുള്ള വെലോസിറ്റിയാണ് തന്നിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ:
ഫൈൻഡ് ദ ടൈം ഇൻ്റർവെൽ ഡ്യൂറിങ് വിച്ച് ദർ ഈസ് നോ ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഇല്ലാത്ത ടൈം ഇൻ്റർവെൽ ഏതാണ്? ഇവിടെ 0 ടൈമിൽ 10, 2ൽ 15, 4 സെക്കൻഡിൽ 20 അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ ഇല്ലാത്തത് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോഴാണ്. 4 to 8 സെക്കൻഡിലാണ് വെലോസിറ്റി 20 തന്നെ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്നത്. അപ്പോൾ 4 to 8 സെക്കൻഡിലാണ് നോ ആക്സിലറേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ടൈം ഇൻ്റർവെൽ ഡ്യൂറിങ് വിച്ച് ഡീസിലറേഷൻ അഥവാ റിട്ടാർഡേഷൻ ഒക്കേഴ്സ്. റിട്ടാർഡേഷൻ എന്ന് വെച്ചാൽ വെലോസിറ്റി കുറയണം. വെലോസിറ്റി കുറയുന്ന ഇൻ്റർവെൽ 8 to 10 ആണ്. ഇവിടെ 20 15 വെലോസിറ്റി കുറയുന്ന സിറ്റുവേഷൻ ഇവിടെയാണ്. സെയിം ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ബിറ്റ്വീൻ ദ 4th സെക്കൻഡ് ആൻഡ് ദ 8th സെക്കൻഡ്. 4 to 8 സെക്കൻഡിനുള്ളിൽ ആ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഗ്രാഫ് ഇതാണ്. 4 സെക്കൻഡ് മുതൽ 8 സെക്കൻഡ് വരെയുള്ള ടൈമിലുള്ള നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കണക്കാക്കേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ 4 to 8 സെക്കൻഡിനുള്ള ഈ ടൈമിലുള്ള ഏരിയ അണ്ടർ ദ ഗ്രാഫ് വരുന്നത് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ബിറ്റ്വീൻ 4th to 8th സെക്കൻഡ് ഏരിയ അണ്ടർ ദ റെക്റ്റാങ്കിൾ ABCD ആണ്. അപ്പോൾ നമുക്ക് ഏരിയ അണ്ടർ ദ റെക്റ്റാങ്കിൾ കാൽക്കുലേറ്റ് ചെയ്യാം. ബ്രെഡ്ത്ത് 4ഉം ലെങ്ത്ത് 20ഉം. 20 × 4 80 മീറ്റർ. 80 മീറ്റർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഈ 4th to 8th സെക്കൻഡ് വരെ ഈ മോഷനിൽ ഉണ്ടായിരിക്കുന്നത്. ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഗ്രാഫ്സ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. നമുക്ക് 3 ഗ്രാഫ് തന്നിട്ടുണ്ട്. വെലോസിറ്റി ടൈം ഗ്രാഫ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡസ് ദ ഒബ്ജക്റ്റ് ഹാവ് യൂണിഫോം ആക്സിലറേഷൻ. ഈ ഒബ്ജക്റ്റിന് യൂണിഫോം ആയിട്ടുള്ള ആക്സിലറേഷൻ ഉള്ള ഗ്രാഫ് ഏതാണെന്ന്. ഈ സെക്കൻഡ് ഗ്രാഫിലാണ് യൂണിഫോം ആക്സിലറേഷൻ, അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ഏത് ടൈം ഇൻ്റർവെൽ എടുത്താലും ചേഞ്ച് ഇൻ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. സെയിം ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് എനി ടൈം ഇൻ്റർവെൽ എടുത്താലും വരുന്നത്. ഈ സ്ട്രെയിറ്റ് ആയിട്ട് വെലോസിറ്റി മൂവ് ചെയ്തുകൊടുക്കുന്ന ഈ ഗ്രാഫാണ് യൂണിഫോം ആക്സിലറേഷൻ ഉള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡസ് ദ ഒബ്ജക്റ്റ് ഹാവ് യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സെയിം വെലോസിറ്റി ഫസ്റ്റ് ഗ്രാഫിലാണ്. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ് യൂണിഫോം ആയിരിക്കുന്ന യൂണിഫോം വെലോസിറ്റി, ഗ്രാഫ് A. നെക്സ്റ്റ്, ഡസ് ദ ഒബ്ജക്റ്റ് ഹാവ് ആക്സിലറേഷൻ ആൻഡ് ഡിസിലറേഷൻ. തേർഡ് ഗ്രാഫിനാണ്. തേർഡ് ഗ്രാഫിൽ ഇവിടെ ആക്സിലറേഷൻ വെലോസിറ്റി കൂടി വരുന്നു, കുറച്ച് സമയത്ത് വെലോസിറ്റി കുറഞ്ഞു വരുന്നു. അപ്പോൾ രണ്ടും ഉണ്ട്. ആക്സിലറേഷനും ഡീസിലറേഷനും ഉള്ളത് മൂന്നാമത്തെ ഗ്രാഫിലാണ്. ക്വസ്റ്റ്യൻ, ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ മോഷൻ ഇസ് ഗിവൺ. ഐഡൻറ്റിഫൈ ദ ഗിവൺ റീജിയൻസ് ഓഫ് ദ ഗ്രാഫ്. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. നമുക്ക് ചില റീജിയൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന ഗ്രാഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഏത് റീജിയനാണ് ആക്സിലറേഷൻ ഉള്ള റീജിയൻ. ആക്സിലറേഷൻ ഉള്ള റീജിയൻ OA. ആക്സിലറേഷൻ ഉള്ള റീജിയൻ ഇത്. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന റീജിയൻ OA ആണ്. ദെൻ യൂണിഫോം വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കുന്നത് AB റീജിയൻ. ഡീസിലറേഷൻ അഥവാ റിട്ടാർഡേഷൻ വെലോസിറ്റി കുറയുന്ന BC. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റോഡ് സേഫ്റ്റിയുമായി റിലേറ്റ് ചെയ്തതാണ്. റോഡിൽ പെഡസ്ട്രിയൻസ് ഡാർക്ക് കളർ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ വിസിബിലിറ്റി കുറവായിരിക്കും, സേഫ് അല്ലാത്തൊരു സിറ്റുവേഷനാണ്. സ്കൂളിലെ യൂണിഫോം ഡാർക്ക് കളറിലേക്ക് സ്വിച്ച് ചെയ്യുന്നതിനെ പറ്റി ഒരു ഡിസ്കഷൻ നടക്കുന്നു. അപ്പോൾ അതിലേക്ക് നമ്മുടെ റെസ്പോൺസ് എന്തായിരിക്കും? ഐ ഡിസഗ്രി വിത്ത് ദ ഡിസിഷൻ ടു ചൂസ് ദ ഡാർക്ക് കളർഡ് യൂണിഫോം ഫോർ സ്കൂൾ. നമുക്കതിന് എഗ്രി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഡാർക്ക് കളർ ഡ്രസ്സ് ആകുമ്പോഴേക്കും ഡ്രൈവേഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാണാനായിട്ട്. ഡിം ലൈറ്റിലും രാത്രിയിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് ആക്സിഡൻസിലേക്ക് വഴിതെളിക്കും. ഫോർ ബെറ്റർ റോഡ് സേഫ്റ്റി ലൈറ്റും റിഫ്ലക്റ്റീവായിട്ട് കളേഴ്സുള്ള യൂണിഫോം ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് നമ്മുടെ അഭിപ്രായം പറയേണ്ടത്. അത് മോർ വിസിബിൾ ആക്കും. ക്വസ്റ്റ്യൻ, നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. നമുക്ക് ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കാനുള്ള ഒരു എക്സസൈസാണ്. കുട്ടി പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ക്യൂവിലെത്തി RS എന്നിട്ട് ബാക്ക് ടു P. ഓരോ സ്റ്റേജിലെ
ഡിസ്റ്റൻസും ടൈമും തന്നിട്ടുണ്ട്. നമുക്ക് ടേബിൾ ഫിൽ ചെയ്യാം. ക്യൂവിൽ എത്തിക്കഴിയുമ്പോഴേക്കും സ്പീഡ് എന്ന് പറഞ്ഞാൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ബൈ ടൈം, അതായത് 60/10 സ്പീഡ് കിട്ടി. വെലോസിറ്റി എന്ന് പറയുമ്പോൾ പിക്കും ക്യൂവിനും ഇടയിലുള്ള സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് അതും 60 തന്നെയാണ്. അപ്പോൾ അതും 60/10. നെക്സ്റ്റ് ആറിലെത്തി കഴിയുമ്പോഴേക്കും പിയിൽ നിന്നും ആറിലേക്ക് ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്തത് 60 + 90. അപ്പോൾ 60 + 90. ടൈം എന്ന് പറയുമ്പോൾ 10 + 15. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 6 കിട്ടി. പക്ഷേ വെലോസിറ്റി കാണുമ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എടുക്കണേ, ഡിസ്റ്റൻസ് എടുക്കാൻ പാടില്ല. സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് 125 ഉള്ളൂ. അപ്പോൾ 125/ടൈം. ടൈം എന്ന് പറയുമ്പോൾ 10 + 15 തന്നെ. 25 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 വെലോസിറ്റി. എസ്സിലെത്തി കഴിയുമ്പോൾ ഈ 3 വാല്യൂസും കൂട്ടിയിട്ട് അതിനെ ഈ ടോട്ടൽ ടൈം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും 6 കിട്ടി. വെലോസിറ്റി എന്ന് പറയുമ്പോഴേക്കും പിക്കും എസ്സിനും ഇടയിലെ സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് 136 ആണ്. അപ്പോൾ സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അതിന് എത്താൻ ടോട്ടൽ ടൈം 10 + 15 + 9. ദെൻ അപ്പോൾ റീച്ചിങ് പിയിലേക്ക് തിരിച്ചെത്തി കഴിയുമ്പോൾ എന്താ ടോട്ടൽ കവർ ചെയ്ത ടൈം ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 60 + 90 + 54 + 136. ടൈം എന്ന് പറയുമ്പോൾ 10 + 15 + 9 + 16. അപ്പോൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 6.8 സ്പീഡ് കിട്ടി. ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആകും, ബിക്കോസ് ഇനിഷ്യൽ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചെത്തി കഴിയുമ്പോൾ ഫൈനൽ പൊസിഷനും ഇനിഷ്യൽ പൊസിഷനും സെയിം ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. അപ്പോൾ വെലോസിറ്റി 0/50 0. ഹൈസ്കൂളിൽ അക്കാഡമിക് എക്സലൻസിന് തയ്യാറാകുന്ന സ്റ്റുഡൻസിന് ഒരു സന്തോഷ വാർത്ത. ടോപ്പ് ട്യൂഷൻ്റെ എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സെപ്ഷണൽ അക്കാഡമിക് കോച്ചിംഗ് നൽകുന്നു. റെഗുലർ ക്ലാസുകൾക്ക് പുറമെയുള്ള ടോപ്പ് ട്യൂഷൻ്റെ വീഡിയോ നോട്ട്സുകളും റെഗുലർ ടെസ്റ്റുകളും നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ സ്മോൾ ബാച്ച് സൈസ് സ്റ്റുഡൻസിന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ എൻഷുർ ചെയ്യുന്നു. ടോപ്പ് ട്യൂഷൻ്റെ എക്സാം റിവിഷൻ, എക്സാം പ്രിപ്പറേഷൻ എന്നിവയിലൂടെ നിങ്ങൾക്ക് ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാം. ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുവാൻ ഇന്ന് തന്നെ വിളിക്കൂ. 8006066363. ക്വസ്റ്റ്യൻ: ഒരു സ്റ്റോൺ മുകളിലേക്ക് എറിഞ്ഞു. 20 m/s ആണ് അതിൻ്റെ വെലോസിറ്റി. ആക്സിലറേഷൻ ഉപയോഗിക്കേണ്ടത് -10 m/s² ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ മാക്സിമം ഹൈറ്റ് ദാറ്റ് ദ സ്റ്റോൺ ക്യാൻ റീച്ച്. ഇവിടെ എസ് ആണ് നമുക്ക് കാണേണ്ടത്. ആദ്യം ഇനിഷ്യൽ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 20 m/s. ആക്സിലറേഷൻ -10 m/s² ആണ് എടുക്കേണ്ടത്. കാരണം നെഗറ്റീവ് വന്നിരിക്കുന്നത് ആക്സിലറേഷൻ താഴേക്കാണ്, സ്റ്റോണിൻ്റെ മോഷൻ അപ്വേർഡാണ്. അപ്പോൾ നെഗറ്റീവായിട്ടാണ് ഈ കേസിൽ ആക്സിലറേഷൻ -10 എടുക്കേണ്ടത്. ഫൈനൽ വെലോസിറ്റി മാക്സിമം ഹൈറ്റിലേക്ക് സ്റ്റോൺ എത്തിക്കഴിയുമ്പോഴേക്കും വെലോസിറ്റി 0 ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ നമുക്ക് ഫൈനൽ വെലോസിറ്റി മാക്സിമം ഹൈറ്റിലാവുമ്പോൾ 0 എന്ന് എടുക്കണം. ഇനി ഇക്വേഷൻ b² = u² + 2as. വിയുടെ വാല്യൂ 0, യുടെ വാല്യൂ ഇനിഷ്യൽ വെലോസിറ്റി, ആക്സിലറേഷൻ അറിയാം. ഇനി എസ് മാത്രമാണ് അൺനോൺ ആയിട്ടുള്ളത്. സോ s = 20² / 20 മീറ്റർ. അതായത് മാക്സിമം ഹൈറ്റ് ഈ സ്റ്റോണിന് എത്താൻ പറ്റുന്നത് 20 മീറ്റർ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷൻ ആണ്. നമുക്ക് ആദ്യം സിയിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഹൈ വിൽ ദ സ്റ്റോൺ ബി ഫ്രം ദ ഗ്രൗണ്ട് 3 seconds ആഫ്റ്റർ ഇറ്റ് ഈസ് റിലീസ്ഡ്. സ്റ്റോൺ എറിഞ്ഞതിന് ശേഷം 3 സെക്കൻഡിൽ എത്രയായിരിക്കും ആ സ്റ്റോണിൻ്റെ ഹൈറ്റ് എന്നാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കാം. സ്റ്റോൺ എറിഞ്ഞു, മാക്സിമം ഹൈറ്റിൽ വരെ എത്തി, താഴേക്ക് വന്നു. തന്നിരിക്കുന്ന ഡേറ്റ എടുത്തെഴുതുക. ടൈം 3 സെക്കൻഡിൽ ആ സ്റ്റോൺ എവിടെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടൈം 3 seconds. ആക്സിലറേഷൻ തന്നിട്ടുണ്ട് -10 m/s². വെലോസിറ്റി ഇനിഷ്യൽ വെലോസിറ്റി 20 m/s നമ്മൾ സ്റ്റോൺ എറിഞ്ഞ ആ സമയത്തെ വെലോസിറ്റി. ഇനി നമ്മളോട് കാണാനായിട്ട് പറഞ്ഞിരിക്കുന്നത് എത്ര ഡിസ്റ്റൻസിൽ ആ 3 സെക്കൻഡിൽ എത്ര ഹൈറ്റിൽ എത്തിയിട്ടുണ്ടാവും. സോ എസ് ആണ് കാണേണ്ടത്. s = ut + ½ at². യുവിൻ്റെ വാല്യൂ 20, t 3 seconds, ആക്സിലറേഷൻ -10. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എസിൻ്റെ വാല്യൂ 15 മീറ്റർ. അതായത് സ്റ്റോൺ എറിഞ്ഞിട്ട് 3 സെക്കൻഡ് കഴിയുമ്പോൾ അത് എത്തുന്ന ദൂരം
15 മീറ്റർ ആണ്. ഈ സെയിം ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട് ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കൂ. ഹൗ ഫാർ വിൽ ദി സ്റ്റോൺ ട്രാവൽ ഇൻ 3 സെക്കൻഡ് ആഫ്റ്റർ ഇറ്റ് ഈസ് ത്രോൺ? ചോദിച്ചിരിക്കുന്നത് 3 സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തൊട്ട് മുമ്പിൽ നമ്മൾ സി പാർട്ടിൽ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ചോദിച്ചത് 3 സെക്കൻഡ് കഴിയുമ്പോൾ എത്ര ഹൈറ്റിലാണ് ആ സ്റ്റോൺ ഉണ്ടാവുക എന്നാണ് ചോദിച്ചത്. അതിൻ്റെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ ദർ ഇസ് എ ഡിഫറൻസ്. നമുക്ക് തന്നിരിക്കുന്ന ടൈം 3 സെക്കൻഡിന് ശേഷം എത്ര ട്രാവൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ടൈം 3, ആക്സിലറേഷൻ -10, ഇനിഷ്യൽ വെലോസിറ്റി, അതായത് എറിഞ്ഞപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ എ പാർട്ടിൽ ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നു മാക്സിമം ഹൈറ്റ് ഈ സ്റ്റോൺ എത്തുന്നത് 20 മീറ്റർ ആണെന്ന്. അപ്പോൾ ആ ഡേറ്റയും എഴുതി. ഇനി ഈ 20 മീറ്ററിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്ര സമയം എടുത്തു എന്ന് നമുക്കൊന്ന് നോക്കാം. V = U + AT. മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ വെലോസിറ്റി 0 ആകും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0 = U, ഇനിഷ്യൽ വെലോസിറ്റി -AT. അതിൽ നിന്ന് T എത്ര കിട്ടി? 2 സെക്കൻഡ്. അതായത് ഈ സ്റ്റോൺ എറിഞ്ഞിട്ട് മാക്സിമം ഹൈറ്റിലേക്ക് എത്താനായിട്ട് എടുത്ത സമയം 2 സെക്കൻഡാണ്. അപ്പോൾ 2 സെക്കൻഡിൽ മാക്സിമം ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ വെലോസിറ്റി അവിടെ 0 ആയി. പിന്നെ അതിന് ഫോർവേഡ് മോഷൻ ഇല്ല, പിന്നെ അത് താഴേക്കാണ് വീഴുന്നത്. അതുകൊണ്ടാണ് ഈ 3 സെക്കൻഡ് കഴിയുമ്പോൾ ഉള്ള ഇതിൻ്റെ പൊസിഷൻ വീണ്ടും താഴേക്കാണ് വരുന്നത്. 3 സെക്കൻഡ് വരെ 2 സെക്കൻഡിൽ മാക്സിമം എത്തി, പിന്നെ താഴേക്ക് വന്നു. ഡൗൺവേർഡ് ഡിസ്റ്റൻസ് നടക്കുന്നത് അടുത്ത 1 സെക്കൻഡിൽ ഡൗൺവേർഡ് ഡിസ്റ്റൻസ് ആണ് നടക്കുന്നത്. ആ ഡൗൺവേർഡിൽ എത്ര ഡിസ്റ്റൻസ് വരും? S = UT + ½ AT². ആ എസ് എത്രയെന്നാണ് നമുക്ക് ആദ്യം കണക്കാക്കണ്ടേ. യുവിൻ്റെ വാല്യൂ ഈ ഡൗൺവേർഡ് മൂവ്മെൻറ്റിൽ ഈ യു ഏതാ എടുക്കേണ്ടത്? 0. അതായത് ടോപ്പിൽ എത്തിക്കഴിഞ്ഞ് വെലോസിറ്റി 0 ആയിക്കഴിഞ്ഞ് പിന്നെയാണ് ഡൗൺവേർഡ് മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ യുടെ വാല്യൂ 0 ആയി. ദെൻ എത്ര സമയത്തിലേക്കാണ് താഴേക്ക് വന്നത്? 1 സെക്കൻഡിലാണ് താഴേക്ക് വന്നത്. ½ AT². അതായത് ആ ഒരു 1 സെക്കൻഡ് കൊണ്ടുള്ള ഡൗൺവേർഡ് മോഷനിൽ സംഭവിച്ചതാണ് ഈ 5 മീറ്റർ താഴേക്ക് വന്നത്. അപ്പോൾ ടോട്ടൽ ആ 3 സെക്കൻഡിലുള്ള ടോട്ടൽ സ്റ്റോണിൻ്റെ മൂവ്മെൻറ്റ് എത്രയാണ്? 2 സെക്കൻഡിൽ അപ്വേർഡ് മോഷൻ, അതായത് മാക്സിമം ഹൈറ്റ് വരെ 20 മീറ്റർ പോയി. 1 സെക്കൻഡ് ഡൗൺവേർഡ് മോഷൻ, അതായത് ഈ 5 മീറ്റർ താഴേക്ക് വന്നു. അപ്പോൾ ഡിസ്റ്റൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത് അപ്വേർഡ് മോഷൻ്റെയും ഡൗൺവേർഡ് മോഷനിലുമുള്ള ആ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. അതായത് 20 + 5 25 മീറ്റർ ആണ്. ഇവിടെ ഒന്ന് ആലോചിക്കേണ്ടത്, ഈ ക്വസ്റ്റ്യൻ്റെ സി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് 3 സെക്കൻഡ് കഴിയുമ്പോൾ ഒബ്ജക്റ്റ് ഏത് ഹൈറ്റിലായിരിക്കും. അപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്തു 15 മീറ്റർ ഹൈറ്റിലാണെന്ന് മനസ്സിലായി. ഇനി ബി പാർട്ടിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ 3 സെക്കൻഡിൽ ടോട്ടൽ എത്ര ട്രാവൽ ചെയ്തു എന്ന് വെച്ചാൽ അപ്വേർഡിൽ മാക്സിമം ഹൈറ്റിൽ പോയി തിരിച്ചു വന്ന് ആ ടോട്ടൽ ഡിസ്റ്റൻസ് കണക്കാക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് 25 മീറ്ററിലേക്ക് എത്തിയത്. ക്വസ്റ്റ്യൻ: An object is moving with a speed of 40 meter per second. It's given a deceleration of 8 meter per second square. Answer the given questions. ഒരു ഒബ്ജക്റ്റ് 40 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു ഡീസിലറേഷൻ, റിട്ടാർഡേഷൻ കൊടുത്തത് 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. എത്ര സമയം കൊണ്ട് ആ ഒബ്ജക്റ്റ് റെസ്റ്റിലേക്കാകും? വെലോസിറ്റി 0 ആകും. അതാണ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ഡേറ്റ എടുത്തെഴുതുക. ഇനിഷ്യൽ വെലോസിറ്റി 40 മീറ്റർ പെർ സെക്കൻഡ്, ആക്സിലറേഷൻ -8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കാരണം 8 എന്ന് ഇവിടെ തന്നിരിക്കുന്നത് ഡീസിലറേഷൻ ആണ്. അപ്പോൾ നെഗറ്റീവ് ആക്സിലറേഷൻ ആണ് ഡീസിലറേഷൻ. സോ -8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഫൈനൽ വെലോസിറ്റി വണ്ടി സ്റ്റോപ്പ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്, ഒബ്ജക്റ്റ് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫൈനൽ വെലോസിറ്റി 0. അതിനുള്ള സമയമാണ് നമുക്ക് കണക്കാക്കേണ്ടത് T. ഇനി V = U + AT. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യുവിൻ്റെയും വിയുടെയും എയുടെയും വാല്യൂ അറിയാം. T കാൽക്കുലേറ്റ് ചെയ്തു. T 5 സെക്കൻഡ് എന്ന് കിട്ടി. The object will come to rest in 5 seconds. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്. ഒബ്ജക്റ്റ് 40 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്ത് ഇരിക്കുമ്പോൾ 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഡിസിലറേഷൻ കൊടുത്തു.
ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ ദിസ് ടൈം. 5 സെക്കൻഡിൽ ഒബ്ജക്റ്റ് റെസ്റ്റിലേക്ക് ആകുന്നു നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ചോദിച്ചിരിക്കുന്നത് ആ 5 സെക്കൻഡിൽ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് കവർ ചെയ്തിട്ടുണ്ടാകുന്നതാണ് ഈ ക്വസ്റ്റ്യൻ. ഇനിഷ്യൽ വെലോസിറ്റി തന്നിരിക്കുന്ന 40 മീറ്റർ പെർ സെക്കൻഡ്, ആക്സിലറേഷൻ -8, ഫൈനൽ വെലോസിറ്റി റെസ്റ്റിലേക്ക് ആയത് കാരണം ഫൈനൽ വെലോസിറ്റി 0. ടൈം നമ്മൾ എ പാർട്ടിൽ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു 5 സെക്കൻഡ്. 5 സെക്കൻഡിലാണ് ഇത് വെലോസിറ്റി 0 ആയത്. 5 സെക്കൻഡ്. ഇനി നമുക്ക് കാണേണ്ടത് എത്ര ഡിസ്റ്റൻസ് ഈ 5 സെക്കൻഡിൽ മൂവ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഡീസലറേഷൻ അപ്ലൈ ചെയ്ത് ആ പോയിന്റ് മുതൽ വണ്ടി സ്റ്റോപ്പ് ആകുന്നതിന് വരെയുള്ള ആ മൂവ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എസ് ഇസിക്കൽ യു ടി പ്ലസ് ഹാഫ് AT². വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. യുവിൻ്റെ വാല്യൂം, ടിയുടെ വാല്യൂം, എയുടെ വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എസിൻ്റെ കാൽക്കുലേഷൻ 100 മീറ്റർ. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ബിഫോർ കമ്മിങ് ടു റെസ്റ്റ് 100 മീറ്റർ. ഡീസലറേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുമ്പോഴേക്കും അത് മുന്നോട്ട് ഒരു 100 മീറ്റർ കൂടി മൂവ് ചെയ്തിട്ടാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. 100 മീറ്റർ. ക്വസ്റ്റ്യൻ: ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതിൻ്റെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ ഒബ്ജക്റ്റിന് നമ്മളൊരു ആക്സിലറേഷൻ കൊടുത്തു 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ആ ആക്സിലറേഷൻ കൊടുത്ത് കൂടുതൽ ഒബ്ജക്റ്റ് കുറച്ചും കൂടി മുന്നോട്ട് പോയി ഒരു 120 മീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റിൽ ആകുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഒബ്ജക്റ്റ് 20 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആക്സിലറേഷൻ നമ്മൾ അപ്ലൈ ചെയ്തു, എന്നിട്ട് ഒരു 120 മീറ്റർ ട്രാവൽ ചെയ്തു. ആ സമയത്ത് 120 മീറ്റർ ആകുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എത്ര, അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഗിവൺ ഡേറ്റ എടുത്തെഴുതുക. യു 20 മീറ്റർ പെർ സെക്കൻഡ്, എ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷൻ ആണ്, അപ്പോൾ പോസിറ്റീവായിട്ട് തന്നെ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. വെലോസിറ്റി വെൻ ദ ഡിസ്റ്റൻസ് ഈസ് 120. വെലോസിറ്റിയാണ് കാണേണ്ടത്. ഡിസ്റ്റൻസ് അന്നേരം കവർ ചെയ്തിട്ടുള്ളത് 120 മീറ്റർ ആണ്. v² = u² + 2as. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. v² 1600, so v = square root of this one 40 meter per second. Velocity when the displacement is 120 meter is 40 meter per second. ഈ 120 മീറ്റർ കൂടി ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് കഴിഞ്ഞിട്ട് ആ വെലോസിറ്റി അപ്പോഴേക്കും 40 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ടുണ്ടാകും. ക്വസ്റ്റ്യൻ: ഒരു ബുള്ളറ്റ് ട്രാവലിംഗ് വിത്ത് വെലോസിറ്റി 60 മീറ്റർ പെർ സെക്കൻഡ്. അത് ഒരു വുഡൻ ബ്ലോക്കിൽ വന്നിട്ട് ഹിറ്റ് ചെയ്തു. ഒരു 2 സെൻറ്റിമീറ്റർ കൂടി അതിനെ പെനിട്രേറ്റ് ചെയ്തിട്ട് ബുള്ളറ്റ് സ്റ്റോപ്പായി. ബുള്ളറ്റിൻ്റെ ആക്സിലറേഷൻ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഗിവൺ ഡേറ്റ എല്ലാം എടുത്തെഴുതുക. ഇനിഷ്യൽ വെലോസിറ്റി u 60 മീറ്റർ പെർ സെക്കൻഡ്, ഫൈനൽ വെലോസിറ്റി 0. ബുള്ളറ്റ് വുഡൻ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്തിട്ട് സ്റ്റോപ്പ് ആവുകയാണല്ലോ ചെയ്യുന്നത്. ഫൈനൽ വെലോസിറ്റി 0. എത്ര ഡിസ്റ്റൻസ് മുന്നോട്ട് പോയി എന്നാണ് പറഞ്ഞത്? 2 സെൻറ്റിമീറ്റർ. എസ് = 2 സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്ററിനെ നമുക്ക് മീറ്റർ ആക്കണം. 100 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.02 മീറ്റർ. നമുക്ക് കാണേണ്ടത് ആക്സിലറേഷൻ. നമുക്ക് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ v² = u² + 2as. നമുക്ക് തന്നിരിക്കുന്ന എല്ലാ u, v, എസും എയും എല്ലാം കണക്ട് ചെയ്ത ഇക്വേഷൻ v² = u² + 2as ആണ്. ആക്സിലറേഷൻ മാത്രമാണ് നമുക്ക് അറിയാത്തേ ഉള്ളൂ. ഇനി ആക്സിലറേഷൻ്റെ കാൽക്കുലേഷൻ a = 60² / 2 × 0.02. കാൽക്കുലേറ്റ് ചെയ്തുമ്പോൾ -90,000 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷൻ. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഹൗ മച്ച് ഇസ് ഡീസലറേഷൻ. ഡീസലറേഷൻ എന്ന് വെച്ചാൽ നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ ടൈമും ആ സമയത്തുള്ള വെലോസിറ്റിയുമാണുള്ളത്. നമുക്ക് ഗ്രാഫ് വരയ്ക്കണം, ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. ഗ്രാഫ് വരയ്ക്കാനായിട്ട് 0 നമ്മൾ സ്കെയിൽ എടുത്തിരിക്കുന്നത് 0, 5, 10 എക്സ് ആക്സിസിൽ, 0, 5, 10 സെയിം സ്കെയിൽ തന്നെ വൈ ആക്സിസിലും എടുത്തു. 0, 0ൽ 20 വെലോസിറ്റി, 5ൽ 25. അങ്ങനെ ഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യുക. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദ ടൈം ഇൻട്രവൽ വിത്ത് നോ ആക്സിലറേഷൻ. ഈ ഗ്രാഫ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ABBCCD ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഗ്രാഫ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഈസ് ദ ടൈം ഇൻട്രവൽ വിത്ത് നോ ആക്സിലറേഷൻ. ഈ ഗ്രാഫിൽ നോ ആക്സിലറേഷൻ BC.
വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോഴാണ് ബി സിയിലാണ് നോ ആക്സിലറേഷൻ ഉള്ളത്. അതിനുള്ള ടൈം 10 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെയുള്ള ഏത് ടൈം ഇൻ്റർവെൽ എന്ന് ചോദിച്ചേക്കണം. കാരണം നമുക്ക് ബി സി എന്ന് പറയുന്നതിൻ്റെ കൂടെ പറയേണ്ടത് 10 to 20 സെക്കൻഡ് എന്നുള്ളതാണ് ആൻസർ. വെലോസിറ്റി അവിടെ 30 തന്നെ കോൺസ്റ്റൻ്റ് ആയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഇസ് ദ ടൈം ഇൻ്റർവെൽ വിത്ത് ഡീസിലറേഷൻ. ഡീസിലറേഷൻ ഇവിടെ ഉള്ളത് സി ഡി ഇവിടെ. അതേത് ടൈം ഇൻ്റർവെല്ലാണ്? 20 to 30 ടൈം ഇൻ്റർവെല്ലാണ് ഡീസിലറേഷൻ ഉള്ളത്. അവിടെ വെലോസിറ്റി 30 to 20 വരെ കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദിസ് ഒബ്ജക്റ്റ് ഇൻ 30 സെക്കൻഡ്. 0 മുതൽ ഈ 30 സെക്കൻഡ് വരെയുള്ള ഈ ടോട്ടൽ 30 സെക്കൻഡിൽ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒബ്ജക്റ്റിൻ്റെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ 0 to 30 ടൈം ഇൻ്റർവെല്ലിൽ നോക്കാനുള്ള ഏരിയ, ഈ ഏരിയയാണ് നമുക്ക് കണക്കാക്കേണ്ടത്. ഏരിയ അണ്ടർ ദ ഗ്രാഫ് കാണാനായിട്ട് നമുക്ക് ഈ ഗ്രാഫിന് താഴെയുള്ള ഏരിയനെ നമ്മൾ ഡിഫറെൻറ്റ് ജോമെട്രിക്കൽ ഷേപ്പിലാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ 1, 2, 3 റെക്റ്റാങ്കിൾസും 2 ട്രയാങ്കിൾസും ഉൾപ്പെടുന്നതാണ് ഈ ഗ്രാഫിന് താഴെയുള്ള ഏരിയ. അപ്പോൾ ആ ജോമെട്രിക്കൽ ഷേപ്പിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് ആകും. കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത് 800 മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. 1, 2, 3 റെക്റ്റാങ്കിൾസും 2 ട്രയാങ്കിൾസും ആണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ എല്ലാം ഏരിയ നമ്മൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് റെക്റ്റാങ്കിളിനെ ഹാഫ് ബി എച്ച്, ട്രയാങ്കിളിൻ്റെയും ഏരിയ കാൽക്കുലേറ്റ് ചെയ്തു, സം ചെയ്തു. 800 മീറ്റർ ആണ് ടോട്ടൽ ഏരിയ കിട്ടുന്നത്. ഏരിയ അണ്ടർ ദ ഗ്രാഫാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ 800 മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ക്വസ്റ്റ്യൻ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് മോഷൻ ഓഫ് കാർ എ ആൻഡ് ബി ആർ ഗിവൺ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വിച്ച് കാർ സ്റ്റാർട്ടഡ് ഫസ്റ്റ്. ഇവിടെ ഗ്രാഫ് നോക്കിയാൽ അറിയാം കാർ എ ആണ് 0 സെക്കൻഡിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കാർ ബി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 8 സെക്കൻഡിലാണ്. അപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത കാർ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ മച്ച് ടൈം ഡിഡ് ഈച്ച് കാർ ടേക്ക് ടു അറ്റൈൻ ദ സെയിം സ്പീഡ്. ഓരോ കാറും സെയിം സ്പീഡിലാകാൻ വേണ്ടിയിട്ട്, ആ 2 കാറുകളും കൂടി സെയിം സ്പീഡിലാകാൻ വേണ്ടിയിട്ട് എത്ര സമയമാണ് എടുത്തത്? സെയിം സ്പീഡ് ആയത് 14th സെക്കൻഡിൽ 40 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലേക്കാണ് ആ സെയിം സ്പീഡിലായത്. അതായത് 14th സെക്കൻഡിൽ. അതിന് വേണ്ടിയിട്ട് കാർ എ എത്ര സമയം എടുത്തു? കാർ എ സ്റ്റാർട്ട് ചെയ്ത് 0-ൽ നിന്നാണ്. അങ്ങനെ 14 സെക്കൻഡിലായപ്പോഴാണ് അത് 40 മീറ്റർ പെർ സെക്കൻഡിലേക്കായുള്ളൂ. അപ്പോൾ കാർ എ ടുക്ക് 14 സെക്കൻഡ്. കാർ ബി സ്റ്റാർട്ട് ചെയ്തത് 8 സെക്കൻഡിലാണ്. അപ്പോൾ 8 to 14 ആകുമ്പോൾ 6 സെക്കൻഡാണ് കാർ ബി എടുത്തോളൂ ഈ 40 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് കാർ പൊസസ് മോർ ആക്സിലറേഷൻ. ഇതിൽ ഏത് കാറിനാണ് കൂടുതൽ ആക്സിലറേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കാർ ബിക്കാണ് കൂടുതൽ ആക്സിലറേഷൻ. കാരണം കാർ ബി കുറച്ച് സമയം കൊണ്ട് ആ ഒരു സെയിം സ്പീഡിലേക്ക് എത്തണം, ഈ 40 മീറ്റർ പെർ സെക്കൻഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കാർ ബി കുറച്ച് സമയം എടുത്തുള്ളൂ. പക്ഷേ കാർ എ കുറേ സമയം എടുത്തിട്ടാണ് ആ 40 മീറ്റർ പെർ സെക്കൻഡ് ലെവലിലേക്ക് എത്തിയത്. അപ്പോൾ കാർ ബി പൊസസ് മോർ ആക്സിലറേഷൻ. വിച്ച് കാർ ഹാസ് മോർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഏത് കാറിനാണ് കൂടുതൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഈ ഗ്രാഫിൽ കാർ എയുടെ ഗ്രാഫ് ഇത്, കാർ ബിയുടെ ഗ്രാഫ് ഇത്. ഈ ഓരോ ഗ്രാഫിനും താഴെയുള്ള ഏരിയ കണക്കാക്കി കഴിഞ്ഞാൽ ഓരോ കാറിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പോൾ കാർ എയുടെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. കാർ എയുടെ ഹാഫ് ബി എച്ച്, ഹാഫ് കാർ എയുടെ ബേസ് 22 ആണ്, ഹൈറ്റ് 20, 60. സോ ഹാഫ് ബി എച്ച് 660 മീറ്റർ കിട്ടി. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് കാർ ബി ഹാഫ് ബി എച്ച്, ഹാഫ് ബേസ്
കാർ ബിയുടെ ബേസ് 8 to 20 വരെ. അപ്പോൾ അത് ഡിഫറൻസ് 12 ആണ്, ബേസ് ഹൈറ്റ് 80. അപ്പോൾ കാർ ബിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. കാർ എയുടെയാണ് കൂടുതൽ ഡിസ്പ്ലേസ്മെൻറ്റ് 660 മീറ്റർ. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് റൂം ട്യൂഷനിലേക്കും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ ഡീറ്റെയിൽസിനായി ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.